നമസ്കാരം. 10 വർഷം കേരളം ഭരിച്ച CPM-ന്റെ സർക്കാർ, പിണറായി സർക്കാർ നമ്മുടെ കേരളത്തിന് എന്താണ് സമ്മാനിച്ചത്, അല്ലെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എവിടേക്ക് എത്തിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയോളം വികസനം കൊണ്ടു തന്നു എന്ന് ആദ്യം പറയാം. അതിനുശേഷം പാതാള കുഴിയോളം ജീവിതം നരകമാക്കി, ജനങ്ങളുടെ ജീവിതം നരകമാക്കി എന്നും ഇത് രണ്ടും ചേർത്ത് പറയേണ്ടി വരും. അതാണ് അവസ്ഥ. അതായത് മലയോളം വികസനമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും പാതാളക്കുഴിയിൽ മനുഷ്യൻ ജീവിക്കേണ്ട ഒരു സാഹചര്യം. ഇവിടുത്തെ പോലീസ് സേന എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലാത്ത നോക്കുകുത്തിയാക്കുന്ന ഒരു അവസ്ഥ, പോലീസിനെ പോലീസ് അല്ലാതാക്കി തീർക്കുന്ന ഒരു അവസ്ഥ. തൽഫലമായിട്ട് ഇവിടെ നമ്മുടെ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നത് ഇപ്പോ സമീപത്ത് നടക്കുന്ന, ഇന്നലെയൊക്കെ നടന്നിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ഇപ്പോ ഇന്നലെ നടന്ന സംഭവം തന്നെ, ജിം സന്തോഷ് വധക്കേസിലെ പ്രതിയായിട്ടുള്ള ആലുവ അതുലിനെ ഒരു പറ്റം ഗുണ്ടകൾ നടു റോഡിൽ വെട്ടിക്കൊല്ലുന്ന ഒരു കാഴ്ച ഇന്നലെ ഉണ്ടായത്. കാർ ഓടിച്ചു പോകുന്ന അതിനെ ആ കാർ ചേസ് ചെയ്ത് അതിന്റെ തട്ടി പുതിയ റോഡ് പണിയെടുക്കുന്നതിന്റെ താഴ്ചയിലേക്ക് തള്ളിയിട്ട് അവിടെ നിന്ന് വലിച്ചിറക്കി മർദ്ദിച്ചും വെട്ടിയും പരിക്കേൽപ്പിച്ച് കൊന്നതിന് ശേഷം, അത് നടു റോഡിലാണ്, ഹൈവേയിൽ ആളും മനുഷ്യനുമുള്ള സ്ഥലത്ത് പട്ടാപ്പകലാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം കൊന്നതിന് ശേഷം വാഹനത്തിൽ കയറി, അവർ വന്ന വണ്ടിയിൽ കയറി, കാറിൽ കയറി അവർ പോയി എന്ന് പറയുമ്പോൾ, രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നാണ് ചിന്തിക്കേണ്ടത്. ഇതിൽ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഗുണ്ടകളെ സംരക്ഷിക്കുന്ന ഇവിടുത്തെ CPM നിലപാടും ഗുണ്ടകൾക്ക് വേണ്ടിയിട്ട് ഓശാന പിടിക്കുന്ന പോലീസ് സംവിധാനവും. കാര്യം പോലീസിന് കഴിവില്ലാഞ്ഞിട്ടല്ല, കാര്യം പോലീസിനെ അങ്ങനെ ആക്കി തീർത്തേക്കാണ് ഇവിടുത്തെ സർക്കാർ. ഇവിടെ എന്ത് ഗുണ്ടായസം കാണിച്ചാലും, ആരെ കൊന്നു കഴിഞ്ഞാലും അവന് സല്യൂട്ട് അടിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ പോലീസിനെ കൊണ്ട് ചെന്ന് എത്തിച്ചേക്കുന്നത്. ഇവിടെ സാധാരണക്കാരന് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും കൊടും കുറ്റവാളികൾക്ക് സുഖമായി സുഭിക്ഷമായി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. നോക്കൂ, ഇവിടെ നഴ്സുമാർ സമരം ചെയ്യുന്നുണ്ട്. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ, അല്ലെങ്കിൽ രാത്രി 8 മണി മുതൽ പിറ്റേന്ന് രാവിലെ 8 മണി വരെ 12 മണിക്കൂർ പണിയെടുക്കുന്നവർക്ക് മാന്യമായ ശമ്പളം കൊടുക്കാൻ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഈ ആതുര ശുശ്രൂഷ രംഗത്ത് ഏറ്റവും അധികം ഒന്നാമതായി പരിഗണിക്കപ്പെടേണ്ട ഒരു വിഭാഗത്തെ സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. അതേസമയം കൊടും കുറ്റവാളികൾക്കും മറ്റുള്ളവർക്കും എല്ലാം ജയിലിൽ സുഭിക്ഷമായ മൃഷ്ടാന്ന ഫുഡ് കഴിച്ച് കഴിയേണ്ടവർക്ക് 600 ചില്ലാനം രൂപ ഒരു ദിവസം ശമ്പളം കൊടുക്കുക. 600 ചില്ലാനം രൂപ ദിവസം ശമ്പളം, അവർ ശമ്പളം കൊണ്ട് കൂട്ടിയാണ്. അതായത് ഒരു കുറ്റവാളിയായി ജയിലിലേക്ക് അങ്ങ് പോയാൽ മതി. ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ മട്ടനും ചിക്കനും എല്ലാം ചേർത്ത് വിശാലമായി തിന്നാം. എല്ലാം മരുന്നും മെഡിസിനും എല്ലാം സൗജന്യമായിട്ട് കിട്ടും, ചികിത്സ എല്ലാം സൗജന്യമായിട്ട് കിട്ടും. പോരാത്തതിന് 1000-700 രൂപ ശമ്പളവും കിട്ടും ദിവസം. അതായത് സുഭിക്ഷമായിട്ട് ജീവിക്കാം. ഇവിടെ ആരെ കൊന്നു കഴിഞ്ഞാലും, ഏത് ഗുണ്ടയായാലും ജയിലിലെത്തി കഴിഞ്ഞാൽ, ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന് കിട്ടുന്നത് ഇതാണ്. ഈ അവസ്ഥ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്, ഒരു ദുരവസ്ഥയാണ്. ആ ദുരവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുചെന്ന് എത്തിച്ചത് ഈ സർക്കാരാണ്. മാത്രമല്ല, ഇവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. സാമ്പത്തികമായും സാമൂഹികമായും എല്ലാം അടിയിലേക്ക് പോയി, ഒരുപാട് അടിയിലേക്ക് പോയി. അവരുടെ പശ്ചാത്തലമെല്ലാം നശിച്ചു. കടക്കണി കൂടി, പട്ടിണിയും പരിവട്ടവും വർദ്ധിച്ചു. അതുപോലെ ജപ്തി, കടക്കണി കയറി ജപ്തി, എങ്ങും ജപ്തിയാണ്. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. എന്നാൽ അതേ സമയം തന്നെ മലയോളം വികസനം എന്ന് പറഞ്ഞുകൊണ്ട് പാലങ്ങളും റോഡുകളും കെട്ടിടങ്ങളും കാണിച്ചുകൊണ്ട് വോട്ട് പിടിക്കാനും സംസാരിക്കാനും നമുക്ക് കഴിയുന്നുമുണ്ട്. അതിൽ വയനാടടക്കം ഉള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മാതൃകയായിട്ടുള്ള ഒരു വികസന പ്രവർത്തനം തന്നെയാണ് വയനാട് ലാൻഡ്സ്ലൈഡുമായി ബന്ധപ്പെട്ടുണ്ടായത്. പക്ഷേ 250 കോടി രൂപ ചെലവിന് 750 കോടി രൂപ ചെലവഴിച്ച് ബാക്കി 500 കോടി രൂപ അടിച്ചു മാറ്റിയ ഒരു വൻ കൊള്ളയും കൂടി അവിടെ നടന്നു എന്ന് പറയുമ്പോഴാണ് ഈ സർക്കാരിന്റെ വികസനം എവിടെ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ നിൽക്കുന്നു എന്ന് മനസ്സിലാകുന്നത്. 500 കോടി രൂപ എങ്ങോട്ട് പോയി എന്നതിന് യാതൊരു ഉത്തരവും ഇവിടെ ഇല്ല. അതായത് ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ കാണാതെയാണ് വികസന പദ്ധതികൾ എടുത്ത് കാണിക്കുന്നത്. കുറച്ച് റോഡുകളും കുറച്ച് പാലങ്ങളും കുറച്ച് കെട്ടിടങ്ങളും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യന് വിശപ്പടക്കാൻ പറ്റില്ലല്ലോ. വിശപ്പടക്കാനുള്ള മാർഗം അവന് തൊഴിൽ, അവന്റെ ആരോഗ്യം, അത് സംബന്ധിച്ചുള്ള യാതൊരു ഉത്തരവാദിത്വവും പരിഗണിക്കാത്ത പടുകുഴിയിലേക്ക് മനുഷ്യജീവനെ കൊണ്ടിട്ടിട്ടുള്ള ഒരു സർക്കാരാണിത്. കുറ്റവാളികൾ എങ്ങും വിലസാണ്. ഒരു മനുഷ്യനെ, അത് ഗുണ്ടയായാലും ആരായാലും സാധാരണക്കാരിലും ഒരാളെ പട്ടാപ്പകൽ നടുറോഡിലിട്ട് വെട്ടിക്കൊല്ലാൻ തക്കവണ്ണം മനസാക്ഷി മരവിച്ച, അല്ലെങ്കിൽ അതിനോളം ധൈര്യപ്പെടുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചൊരുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി ഈ സർക്കാർ കൂട്ടുനിൽക്കുന്നു. അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥയിലേക്ക് ഈ സർക്കാർ ജനങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചു, അല്ലെങ്കിൽ സാമൂഹ്യ അന്തരീക്ഷം കൊണ്ടുചെന്ന് എത്തിച്ചു എന്ന് പറയുമ്പോഴാണ് ഇനി ഈ സർക്കാർ തുടരണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സർക്കാർ തുടരേണ്ടത് എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത്. Different angles. Don't forget to subscribe and support this channel.